ഹായ് ഹലോ. അപ്പം നമ്മളെ 5th ഡേ ഇൻ തുർക്കിയാണ്, അന്റാലിയയിലാണ് കേട്ടോ. സോ ഫസ്റ്റ് 2 days ഇസ്താംബുളും 3rd and 4th ഡേ കപ്പഡോക്കിയയിലും നമ്മളെ 5th ഡേ അന്റാലിയയിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇന്നലെ നൈറ്റ് ഓവർനൈറ്റ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നു കപ്പഡോക്കിയെന്ന്. ഏർലി മോർണിംഗ് ഒരു 10 o'clock ആയപ്പോഴേക്കും നമ്മൾ അന്റാലിയൻ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെയുള്ള റെസ്റ്റ് റൂമിൽ പോയി ഫ്രഷ് ആയി നേരെ അടുത്തുണ്ടായിരുന്ന കിങ്സ് പാരാഗ്ലൈഡിംഗ് എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ നിന്ന് പാരാഗ്ലൈഡിംഗ് ബുക്ക് ചെയ്തു. അപ്പോൾ ആ കണ്ട പാരാഗ്ലൈഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. എന്നിട്ട് നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് നല്ല കേട്ടോ, ബ്രഞ്ചാണ് സംഭവം. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ കിങ്സ് പാരാഗ്ലൈഡിങ്ങിൻ്റെ അവർ ഏജൻസി സ്റ്റോറിലേക്ക് പോയി. ഏകദേശം ഞങ്ങൾ ബുക്ക് ചെയ്ത സ്ലോട്ടിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ അവർ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അതിന് ശേഷം ഞങ്ങളുടെ ടൈം ആയപ്പോൾ ഞങ്ങളെ വിളിക്കാനൊരു വാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങളെപ്പോലെ തന്നെ വേറൊരു 2-3 ടീംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒപ്പം ഫ്ലൈ ചെയ്യാൻ പോകുന്ന സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം വെച്ച് ആ വണ്ടി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് വലിയൊരു കുന്നിൻ്റെ മേലേക്ക് കയറിപ്പോയിട്ടോ. കുറേ സ്ലൈഡുകളുള്ളൊരു കുന്നായിരുന്നു. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ ആ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും കോൺഫിഡൻസും ഒക്കെ എനിക്ക് പോയിട്ടോ കൈ, സത്യം പറയാലോ. കാരണം ഒരു സ്ലോപ്പ് പോലത്തെ ഹില്ലായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ നടന്നു പോയിട്ട് അങ്ങനെ ചാടണത് ഇതുപോലെ. എന്തായാലും എനിക്കൊരു ഫീമെയിൽ സപ്പോർട്ടറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഞാൻ ആവശ്യപ്പെട്ടതും അല്ല കേട്ടോ. ഈ ഒരു അന്റാലിയയിൽ 3 ഫീമെയിൽ സപ്പോർട്ടേഴ്സാണുള്ളത്. അതിൽ ഒരാൾ ഇവരാണെന്നാണ് പറഞ്ഞത്. ഞാൻ പേര് മറന്നു. പക്ഷെ ആൾ ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ സപ്പോർട്ടർ മാത്രമല്ല, ഷെഫീഖാൻ്റെയും ഭയങ്കര കമ്പനിയായിരുന്നു. സംസാരിച്ചിട്ടാണെങ്കിലും പിന്നെ സജഷൻസ് ചോദിച്ചിട്ടാണെങ്കിലും നമ്മളെ ഭയങ്കര കംഫർട്ട് ആക്കും. നമ്മൾ ഈ ക്ലിയോപേട്ര സീൻ്റെ മുകളിൽ കൂടെയാണ് ഈ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ഇവർ കുറച്ച് ഇങ്ങോട്ടാക്കലും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്ലോപ്പിൽ നിന്ന് ചാടുമ്പോൾ അത്ര പേടി പിന്നെ ഫ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ മെയിനായിട്ട് എനിക്കിതിൽ പറയാനുള്ളത് എൻ്റെ ഡ്രസ്സായിരുന്നു. കാരണം ഞാൻ കാണിച്ചൊരു മണ്ടത്തരാണത്. അതായത് ഞാൻ ആദ്യമായിട്ട് ചെയ്യണോണ്ടും ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല കേട്ടോ. ഞാൻ ഒരു ഗൗൺ പോലത്തെ ആയിരുന്നു വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം ഒരു പാൻറ് പോലത്തെ വെയർ ആണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ എൻ്റെ ഒരു ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തു. പിന്നെ ലാൻഡിങ്ങും ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര പ്രശ്നമൊന്നും ആയിരുന്നില്ല, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഷെഫീഖ ഉണ്ടായിരുന്നു. പക്ഷേ ഷെഫീഖ സംസാരിച്ച് വളച്ചിട്ടായിരിക്കണം ആൾ കുറച്ചധികം ടൈമും പിന്നെ കുറച്ചധികം ഉയരത്തിലും ഷെഫീഖാണ് ഫ്ലൈ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരും ഭയങ്കര കമ്പനി തന്നെ ആയിരുന്നു. എൻ്റെ അടുത്ത് കാണിച്ച പ്രഹസനത്തിൻ്റെ 4 ഇരട്ടി ഷെഫീഖാക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഫ്ലൈങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ റീലൊക്കെ ഉണ്ടായിരുന്നു. ഷെഫീഖ അത് ഭയങ്കര ആത്മാർത്ഥമായിട്ട് ചെയ്തു. പക്ഷെ ഞാൻ മറന്നു ഗൈസ്, ഞാൻ ആ ഒരു പേടിയിൽ അത് മറന്നു. സത്യം പറഞ്ഞാൽ അന്റാലിയയിൽ ഞങ്ങളുടെ ആകെ ഒരു പ്ലാൻ ഈ പാരാഗ്ലൈഡിങ് മാത്രമായിരുന്നു കേട്ടോ. അന്റാലിയ എന്ന് പറയുന്നത് കാണാൻ നല്ല രസമുള്ളൊരു പ്ലേസ് ഒക്കെ തന്നെയാണ്. ഹാഫ് സിറ്റിയും ഹാഫ് ഹിൽസ് ബീച്ചൊക്കെ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ. വരുമ്പോൾ ബസ്സിൽ നിന്ന് വിൻഡോയിലൂടെ കാണുന്ന ആ ഒരു ഹിൽസിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ണു തുറന്നപ്പോൾ തന്നെ കണ്ടത്. എൻ്റെ ലാൻഡിങ് കഴിഞ്ഞതും അവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ അവരുടെ ആ ഒരു വെയിറ്റിംഗ് ഷെഡിലേക്ക് നടന്നു കേട്ടോ. പിന്നെ ഷെഫീഖാൻ്റെ ലാൻഡിങ് കഴിഞ്ഞിട്ട് ഇവർ ഒരുമിച്ച് അങ്ങോട്ട് വരികയാണ് ചെയ്തത്. പേയ്മെൻറ്റ് ലാസ്റ്റാണ് ചെയ്യേണ്ടതുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ അവർ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വണ്ടി എടുത്തു. നമ്മളിപ്പോൾ ഈ റൈഡിൻ്റെ സ്പോട്ടിൽ നിന്ന് അന്റാലിയ എയർപോർട്ടിലേക്ക് ഏകദേശം 2 hours അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ ഒരു കാമൽ കോച്ച് ബസ് എടുത്തിട്ടാണ് പോയത്, ഇവിടുത്തെ ഏജൻസി ഷോപ്പിൽ നിന്ന് ബുക്ക് ചെയ്തിട്ട്. പക്ഷെ ആ ട്രാഫിക് കണ്ടിട്ട് ഞങ്ങൾ പകുതിയിൽ നിന്ന് ഇറങ്ങി ഒരു ഊബർ എടുത്തിട്ട് വന്നു. പക്ഷേ സ്റ്റിൽ എയർപോർട്ടിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലൈറ്റ് പോണത് കാണേണ്ടി വന്നു കേട്ടോ. ഇത്ര ട്രാഫിക്കായിരുന്നു. അപ്പോൾ വിസേറായിരുന്നു ഞങ്ങൾ റിട്ടേണും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ എംപ്ലോയി ഡിസ്കൗണ്ടും ഉണ്ട്. പിന്നെ പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു പിന്നെ ഒരു ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതൊരു സൺ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഫ്ലൈറ്റ് ആയിരുന്നു. അങ്ങനെ അതെടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു. എനിവേ ഇത് എൻ്റെ ടർക്കി ട്രിപ്പും അടിപൊളിയായിരുന്നു മാഷാഅല്ലാഹ്. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ബൈ.